ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത് ചെയ്യണം. ഇവിടെ ഒരാളൊരു കാര്യം ഇവിടെ മടിയിലിരിപ്പുണ്ട്. അപ്പം നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഞാൻ വന്നത്. അപ്പം അതിനോട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. എന്നെ ഒന്ന് കാണിച്ചു തരാവേ. ഇതെന്നാ ചെയ്യണ്ടേ കുഞ്ഞുമുത്തേ? എന്നാ ചെയ്യണ്ടേ? അമ്മ എന്നാ ചെയ്യണ്ടേ ഇതും കൊണ്ട് എന്നാ ചെയ്യണ്ടേ? എന്നാ ചെയ്യണ്ടേ? അപ്പം ഇതെന്നാന്ന് ഞാൻ കാണിച്ചു തരാട്ടെ. നമ്മുടെ കുഞ്ഞുമുത്തൻ്റെ ആൻറ്റി ഇവിടെ കാണാൻ വന്നപ്പോൾ കൊണ്ടു കൊടുത്താണേ. നമ്മൾ ആൻറ്റീന്ന് ഞാൻ പറയുന്നത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് അവർ വാങ്ങിച്ച സമയത്ത് എന്നോട് ഇങ്ങനെ ചോദിച്ചു. അപ്പം ഒരു വൈബ്രേറ്റർ എന്നാണ് പറഞ്ഞത്, തല ഹെഡ് മസാജ് ചെയ്യുന്നത്. അപ്പം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇതെന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ എന്നൊക്കെ. അപ്പം ഞാൻ നമ്മുടെ കുഞ്ഞുമുത്തിന് ഫസ്റ്റ് ടൈം നമ്മൾ നിന്ന തെറാപ്പി സെൻറ്ററിലെ ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഇതങ്ങനെ വല്ലാണ്ട് പ്രഷർ കൊടുത്ത് യൂസ് ചെയ്യേണ്ട, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മസിൽസ് ഒക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് പേടിയായി. അപ്പം ഞാൻ പറഞ്ഞു ചെയ്യാം അമ്മ ചെയ്യാം കേട്ടോ, ചെയ്ത് കാണിച്ചു കൊടുക്കാം നമുക്ക് ആൻറ്റിമാരെയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവരത് വന്നപ്പോൾ കൊണ്ടു തന്നു കേട്ടോ. അപ്പം ഞാനിത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്കിതിന് അത്ര ഒരു പ്രഷർ തോന്നിയില്ല കേട്ടോ. ചെറിയൊരു നമുക്ക് ചെറുതിലും ഇട്ട് ചെയ്യാം, മീഡിയത്തിലും ലോയിലും ഇട്ട് ചെയ്യാമേ. അപ്പം ലോയിലിട്ട് ചെയ്തപ്പോൾ അത്ര പ്രശ്നമില്ല. എനിക്കത് കുറച്ചൊരു എന്താ പറയുക, അവനൊരു ഉറക്കത്തിൻ്റെ ഒക്കെ നമ്മൾ തലയിൽ എണ്ണയൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എൻ്റെ കൈ വെച്ചിട്ട് ഇങ്ങനെ കൈയുടെ പുറത്താണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ അല്ലാതെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വെക്കില്ല, ഹെഡിലും ചെയ്യും. പിന്നെ ഒന്ന് ഞാൻ ആരോടും പറയാതെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇവിടെ നമ്മുടെ ഇതില്ലേ സ്പീച്ച് ഏരിയയിൽ നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നത് കഴിഞ്ഞും കുറച്ചും കൂടി യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഞാൻ കേട്ടോ. അതായത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മക്കളുടെ തെറാപ്പിസ്റ്റിനോട് ചോദിക്കാതെ അല്ല ഡോക്ടറോട് ചോദിക്കാതെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്യത്തുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. എന്താണെങ്കിലും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ കുഞ്ഞുമുത്തിന്റെ ഉറക്കത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക എണ്ണയൊക്കെ തലയിൽ ഇടുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു മാറ്റം കാണുന്നുണ്ടായിരുന്നു. അമ്മ ഇത് ചെയ്യാം. കുഞ്ഞുമുത്തിന് ഇങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഞാനത് ചെയ്ത് കാണിച്ചുതരാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. കുഞ്ഞിനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ചെയ്യാൻ. അവനും ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കേ. എന്നാടാ കയ്യില് പൗഡർ വലിച്ചല്ലേ കുഞ്ഞിക്കള്ള എന്താ ഇങ്ങനെ ചെയ്യേ. ഇങ്ങനെ ഇതിങ്ങനെ മുട്ടിച്ചിട്ടില്ല തലയില്. അപ്പം നമുക്കിങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കുഞ്ഞിനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈബ്രേഷൻ. ഇങ്ങനെ ഇതെന്നതാ കുഞ്ഞിനി എന്നെ ഞാനിത് അയ്യോ അവർ വാങ്ങിച്ചത് വെറുതെ ആയിപ്പോയല്ലോ എന്നൊക്കെ അന്ന് ആ സമയത്ത് വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിത് ഈ അടുത്തിടെയാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഞാനിത് അവരുടെ അടുത്തും പറഞ്ഞു, ആ ഒരു വീഡിയോ കാണും ഇത് ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അവരോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ തെറാപ്പിസ്റ്റിനോട് ചോദിച്ചിട്ടില്ല, സ്പീച്ചിൻ്റെ കാര്യം ചോദിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ പണ്ട് തെറാപ്പിക്ക് പോയ സമയത്ത് ഈ വൈബ്രേറ്റർ ബ്രഷ് ഇല്ലേ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സെയിം ഉപയോഗം തന്നെ എനിക്കിതിന് ഫീൽ ചെയ്തിട്ടുള്ളൂ. അധികം പ്രഷർ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ അമർത്തരുത്, ജസ്റ്റ് ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുചെന്നാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ തെറാപ്പിസ്റ്റിനോടൊക്കെ ചോദിച്ചിട്ട് മാത്രം ഇതൊക്കെ വാങ്ങിക്കുക. അപ്പം ഞാൻ കുഞ്ഞുമുത്തിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോയിൽ. ഇനി കാണിക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണേ. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതും നമുക്ക് കുറേ നാൾ മുന്നേ ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഇത് കിട്ടിയ സമയത്ത് കുഞ്ഞുനിക്ക് ഇതിന്റെ ഉപയോഗം അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഒത്തിരി നാളിങ്ങനെ ട്രൈ ചെയ്യിപ്പിച്ചാണ് കേട്ടോ അത് ഒന്ന് പഠിച്ചത് കുഞ്ഞുമുത്ത. ഇപ്പൊ കുഞ്ഞുമുത്തിന് കറക്റ്റായിട്ട് അറിയാം. വലിച്ചോ. അപ്പൊ അത് മറ്റേ മസാജ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. രണ്ട് കൈ കൊണ്ട് ആന്റിമാരെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ കണ്ട. ഞാൻ തൊട്ടിട്ടില്ല, ജസ്റ്റ് ഞാനൊന്ന് പിടിച്ചതേ ഉള്ളേ. അത് വേണ്ട അവന്. ഇത് രണ്ട് കൈ കൊണ്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് വേണ്ട, ഇത് അവന് ഒത്തിരി നേരം ഉപയോഗിക്കാൻ പറ്റൂല കണ്ടോ. ഇത് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് ആൾക്ക്. അപ്പൊ ഇത് തന്ന ആൾക്ക് നല്ല സന്തോഷമാവുമെന്ന് എനിക്കറിയാം. കാരണം അവരിത്ര ആഗ്രഹിച്ച് നമുക്ക് കൊണ്ടുവന്നാണല്ലോ അല്ലേ. കുഞ്ഞിനുമത്തിന് ഇത്ര ഇഷ്ടമാണെന്നും കൂടി അറിയുമ്പോൾ ആൾക്ക് സന്തോഷം. അപ്പൊ ആന്റിക്ക് ഒരു ഉമ്മ കൊടുത്തേക്ക് താങ്ക്സും പറഞ്ഞേക്ക്. താങ്ക്സും ഉണ്ടോ? ഉമ്മയുണ്ടാ? ഉമ്മയുണ്ടോ? ഉമ്മ ഇത് ആന്റിക്കുള്ള ഉമ്മയാണ് കേട്ടോ. ഇതെല്ലാം ആന്റിമാർക്കുള്ള ഉമ്മയാണേ. ഇത് ചെയ്യാൻ വേണ്ടി തന്നെ സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് പിന്നെ ചെയ്യാം. അമ്മ വീഡിയോ ചെയ്ത് തീർക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഒന്നുള്ളത് നമ്മളെ ഇപ്പം ഈ കാണിച്ചില്ലേ അതിപ്പം അതിൻ്റെ ഉപയോഗം അത് തന്നെയാണ് കേട്ടോ. കൈ തീരെ ഉപയോഗിക്കാത്ത മക്കൾക്ക് നമുക്കത് പതുക്കെ അത് കുഞ്ഞിന് ഒത്തിരി നാളുകൊണ്ടാണ് കേട്ടോ അത് ഇത്രയും നല്ലോണം ഉപയോഗിക്കാൻ പഠിച്ചത്. ഓണോ കുഞ്ഞിന് മുതൽ ഞാൻ ഊഞ്ഞാലെ കൊണ്ടിരുത്തിയിട്ട് വരാം കേട്ടോ. ഒത്തിരി നാളായിട്ടോ ഞാനിത് ഇതൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതിന് അത്യാവശ്യം വിലയുണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഞാനിത്
എന്താ വില ഉണ്ടോ നോക്കട്ടെ. ഇതിൽ വിലയില്ലെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം വിലയുണ്ട്. ഞാൻ വേണമെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ആരെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ റേറ്റൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതെന്താണെങ്കിലും തെറാപ്പിസ്റ്റിനോടൊന്നും ചോദിക്കാതെ തന്നെ വാങ്ങി ചെയ്യരുതേ. എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവൻ്റെ ഉറക്കം കുറച്ചുകൂടി ബെറ്ററായി, ആൾ കുറച്ചും കൂടി കാമായി, അങ്ങനെയൊക്കെ. ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ മനസ്സിൽ തോന്നിട്ട് മോന് മാറ്റങ്ങൾ വരുന്നുണ്ട്. ചിലപ്പോൾ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിത്തോളെ മോന് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്, അവനത് ചെയ്യാൻ തുടങ്ങി, അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നി തുടങ്ങിയ പെട്ടെന്ന് ഒരു ദിവസം അത് ചെയ്യാൻ തുടങ്ങും കേട്ടോ. അല്ലാതെ എന്നാ ചെയ്താലും മാറ്റമില്ല എന്ന് ഒരിക്കലും എൻ്റെ മനസ്സിൽ തോന്നില്ല. നമ്മൾ അത്രത്തോളം ആഗ്രഹിച്ചാണല്ലോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലേ? മോന് മാറ്റം വരാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ എന്തായി എങ്ങനെയായി എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ? അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരൊറ്റ പ്രോഡക്റ്റ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഓൺലൈനിൽ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ പോയി. പക്ഷെ ഞാൻ പറഞ്ഞത് ഓൺലൈനിൽ നമ്മുടെ കുഞ്ഞുണ്ണീസ് മോമിൻ്റെ ചാനലിലെ നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് ആദ്യത്തെ ഓർഡർ തന്നത്. അപ്പം അത് നമ്മളിന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഓർഡറിന് ശേഷം അതിന് മുമ്പ് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ചുരിദാർ സെറ്റ്, നമ്മുടെ കോഡ് സെറ്റുകൾ, ഒത്തിരി നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉള്ളതിന്റെ വേറെ സൈസുകളൊക്കെ ചോദിച്ചു എൻക്വയറീസ് വരുന്നുണ്ട്. അത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ എൻക്വയറീസ് വന്നതിന്റെ ഇതില് പിന്നെ നമുക്ക് സാരിക്ക് ഓർഡറുകൾ, അതൊക്കെ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെയാണ്. എന്നാലും നമുക്ക് തുടങ്ങിയിട്ട് നമ്മൾ വെറുതെ ഇരിക്കുകയല്ല, നമുക്ക് അതിന് എന്താ പറയുക, ഒരു അനക്കമുണ്ട്. നമ്മുടെ ഗീതികയ്ക്ക് ഒരു അനക്കമുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ, ഒരു തുടക്കക്കാരി എന്ന നിലയ്ക്ക്. കാരണം ഇതൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒരുപാട് നാളുകൾ എടുക്കും നമ്മളൊന്ന് പച്ച പിടിക്കാം. പക്ഷെ നമ്മൾ മനസ്സ് തളർന്നിട്ട് ഒന്നും കാര്യമില്ല, അയ്യോ ഒന്നും പോയില്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പൈസയ്ക്ക് എന്താ പറയാ, നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വന്നുകൊണ്ടിരിക്കണം എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ലോ, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം, അല്ലേ? അപ്പൊ അതിനുവേണ്ടി ഞാൻ വീണ്ടും ഒരു വലിയ റിസ്ക് എടുക്കാൻ പോവാണ്. ഞാൻ തമിഴ്നാട്ടിന് പോവാണ് കേട്ടോ. എങ്ങനെ പോകുന്നതാണ് ഞാൻ സത്യത്തിൽ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ചേച്ചി വരാന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് തലവേദനയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആളെയും കൊണ്ട് അത്ര ദൂരം പോകാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒറ്റ പിടുത്തം കിട്ടുന്നില്ല. പക്ഷെ കുഞ്ഞിനുമുത്തിനെ കൊണ്ടുപോകാൻ പറ്റില്ല, അൻവിക്കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റില്ല, ആൾക്ക് ജോലിക്ക് പോകണം. എൻ്റെ അമ്മ തന്നെയാണ് സത്യത്തിൽ ആശ്രയം. അപ്പൊ എന്തെങ്കിലും ഒരു വഴി ദൈവമായിട്ട് തുറന്നു തരും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് അടുത്ത റിസ്ക് എടുത്ത് വീണ്ടും തുണി കൊണ്ടുവരാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ സെലക്ഷൻസ് ഒക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് റേറ്റ് കുറച്ച് എന്താ പറയാ, നമ്മൾ ആദ്യം എടുത്ത സ്ഥലത്തിനെ അപേക്ഷിച്ച് ഇനി വരുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ചും കൂടി കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിസിനസിന്റെ കാര്യങ്ങളെ. പിന്നെ എൻ്റെ എന്താ പറയുക, പ്രസൻറ്റേഷൻ കുറച്ചും കൂടി റെഡിയാക്കാനുണ്ട്. അപ്പം എനിക്ക് നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും നമുക്കൊരമ്മ തുടങ്ങിയ സമയത്തോട്ടുള്ളതാണ് കേട്ടോ. അപ്പം അമ്മ നമുക്ക് എന്താ പറയുക, ഈ അത്യാവശ്യം എന്തെങ്കിലും നിനക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ചോ യൂട്യൂബിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ആളെനിക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് പറയാം, എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലല്ലോ. ഞാൻ ആ പൈസയ്ക്ക് ഒരു റിംഗ് ലൈറ്റിന് ഓർഡർ കൊടുത്തേ. വന്നു കഴിഞ്ഞപ്പോൾ മറ്റേ ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ചെയ്യുന്ന വലിയ അങ്ങനത്തെ റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന ആളുകളില്ലേ, ഉപയോഗിക്കുന്ന കൂട്ട് റിംഗ് ലൈറ്റ്, അതാണ് തിരിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അതിന് ഏകദേശം ഒരു 4000 അത്രയെങ്ങാണ്ട് രൂപയായെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ തന്ന പൈസ മുഴുവൻ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെലവാക്കി കേട്ടോ. പക്ഷെ എനിക്ക് അതിൽ സങ്കടം, അന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എനിക്ക് ഒരു പ്രയോജനമില്ല, ഞാൻ അങ്ങനെ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റോ ഒന്നും അല്ലല്ലോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇത് വെറുതെ ആയിപ്പോയല്ലോ എന്ന് ഓർത്ത് എന്റെ മനസ്സിലിങ്ങനെ ഭയങ്കര വിഷമമായിട്ടിരിക്കുകയായിരുന്നേ. പക്ഷെ ഇപ്പൊ എനിക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടോ. നമ്മുടെ കളക്ഷൻസ് ഇനി വരുമ്പോൾ ഞാൻ അതിന്റെ എന്തോ ഒരു വയറ് പോയി കിടക്കായിരുന്നു, അതൊക്കെ ഞാൻ പോയി ശരിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇനി വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഈ ചെറിയ കാര്യങ്ങളൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ, എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ ബാത്റൂമിന്റെ ആ ഒരു ഇത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇതിൽ ലോങ് വീഡിയോയിൽ അത് ചേർത്തിട്ടില്ല. അപ്പൊ അതെന്ന് പറഞ്ഞ ബാത്റൂം ട്രെയിനിങ് ഇതൊക്കെ എന്നോട് ചോദിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ബാത്റൂം ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ 45 മിനിറ്റ് ഇടവിട്ട്, അതായത് നോർമലി ഒരാളുകളെ പോലെ വെള്ളം കുടിക്കുന്നതും ഫുഡ് കഴിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ആദ്യം നമ്മൾ 45 മിനിറ്റ് ഇടവിട്ട് നമ്മൾ അതിൽ കൊണ്ടിരുത്തുക, ജസ്റ്റ് ഒന്ന് കൊണ്ടിരുത്തുക. ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ അതിൽ യൂറിൻ പാസ് ചെയ്യണമെന്നോ മോഷൻ പാസ് ചെയ്യണമെന്നോ ഒന്നും അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ കൊണ്ടിരുത്തിയതിന് ശേഷം ഒരു 2 മിനിറ്റ് 3-4 മിനിറ്റ് ഇരുത്തുക. അവര് മോഷൻ പാസ് ചെയ്താലും അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്താലും ഇല്ലെങ്കിലും തിരിച്ചെടുത്തിട്ട് പോരും. ഒരുപാട് സമയം ഇരുത്തരുത്. കാരണം അങ്ങനെ ഇരുത്തിയിട്ടുണ്ട് ഇവരുടെയൊക്കെ വിചാരം എന്താവും അറിയോ, ഇതെനിക്ക് ഇരിക്കാൻ പറ്റിയ നല്ലൊരു സീറ്റ്, ആഹാ അന്ന് അങ്ങ് ഇരുന്ന് കളഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് കളയോട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നോർമലി ഉള്ള മക്കൾക്ക് വേണ്ടി അല്ലാട്ടോ പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യില്ല, നമ്മൾ എടുത്തിട്ട് വരിക, വീണ്ടും നമ്മൾ 45 മിനിറ്റ് കഴിയുമ്പോൾ കൊണ്ടിരുത്തുക. അങ്ങനെ പല തവണ മാസങ്ങളും വർഷങ്ങളും തന്നെ വേണ്ടി വന്നേക്കാം. ഓരോ കുഞ്ഞുങ്ങളുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് അനുസരിച്ച് അത്രത്തോളം ചിലപ്പോൾ എത്രത്തോളം നാളുകൾ എടുക്കാൻ ചിലപ്പോൾ പെട്ടെന്നാവും ഓരോ കുഞ്ഞുങ്ങളുടെ ഒരു ഇതനുസരിച്ച്. അപ്പം അങ്ങനെയാണ്
നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്തെടുക്കേണ്ടത്. കുഞ്ഞുമുത്തിനൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് എന്നാ ചെയ്യുന്നറിയോ, അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. യൂറിൻ പാസ് ചെയ്യാൻ തോന്നുമ്പോൾ ഇല്ലേ, അവനിപ്പോൾ മറ്റേ ആന പോകുന്ന പോലെ പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോയിലൊക്കെ, കുഞ്ഞു മക്കൾ പോകുന്ന പോലെ. അതുപോലെ നടന്നു ചെന്ന് ബാത്റൂമിന്റെ വാതിൽക്കൽ ചെന്നിട്ട് വാതിലിനിട്ട് ഇങ്ങനെ അടിക്കും. അതൊരു വലിയൊരു എന്താ പറയാ, വലിയ മാറ്റം എന്ന് പറയാൻ വലിയൊരു മാറ്റമാണ്. രാത്രി നൈറ്റ് ഒറ്റ നേരം മാത്രം നമ്മൾ പാമ്പേഴ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പകലങ്ങനെ പാമ്പേഴ്സ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കുഞ്ഞിനും ഇതിന്റെ സാമ്പത്തിക ബാധ്യത ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇവർക്ക് തീർച്ചയായിട്ടും അത് നല്ലതല്ല. ഉറപ്പായിട്ടും ചൊറിച്ചിൽ വരും. നമ്മൾ എന്തൊക്കെ ലോഷനും എന്തൊക്കെ ക്രീം പറ്റി കൊടുത്തെന്ന് പറഞ്ഞാലും അതുങ്ങൾക്ക് ചിലപ്പം കൈയെടുത്തൊന്ന് ചൊറിയാൻ പോലും പറ്റിയെന്ന് വരില്ല. അത് ഉറപ്പായിട്ട് അവർക്കത് ചൊറിച്ചിൽ വരും. പിന്നെ തീരെ പറ്റില്ലാത്തവർക്ക് അത് ഉപയോഗിക്കാതെയും പറ്റില്ല അല്ലേ. അപ്പം എന്തെങ്കിലും അതിന് പറ്റിയ ഡോക്ടർമാരോട് ലോഷനോ ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി മേടിച്ചിട്ട് അത് ആ ലോഷനും ക്രീമൊക്കെ തൂത്തിട്ട് വേണം നമ്മൾ അത് ഉപയോഗിച്ച് കൊടുക്കാണ്ട്. അല്ലെ അവർക്ക് നമ്മളോട് പറയാനും പറ്റില്ല, ചൊറിയാനും പറ്റില്ല. ആ ഒരു അവസ്ഥയൊക്കെ നമുക്ക് പറയാൻ പോലും പറ്റില്ല. അതിൽ നിന്നൊക്കെ നമ്മുടെ കുഞ്ഞിനുമൊത്ത് ബെറ്ററായി അവൻ തന്നെ ബാത്റൂമിന്റെ വാതിക്കൽ ചെന്ന് അടിച്ചു കാണിക്കും. അപ്പൊ നമ്മൾ അതിൽ കയറ്റി ഇരുത്തിയാൽ മതി കേട്ടോ. അത് ഒത്തിരി വർഷങ്ങളെടുത്തു തന്നെ പറയാം. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ആ റെന്റ് ഹൗസ് താമസിച്ച സമയം തൊട്ടേ ഞാനിതൊക്കെ പല പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ കുഞ്ഞുമുത്തിന്റെ കാര്യങ്ങൾ ഓക്കെ ആയി. പിന്നെ നമ്മളുടെ എന്താ പറയുക ഗീതികയിലെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് കാണാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളുടെ തുണിയുടെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയ പിന്നെ കുഞ്ഞുമുത്തിന്റെ ചാനൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയി. അതായത് വ്യൂസേ ഇല്ല ഷോർട്സിനൊന്നും. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഇത് നമ്മളൊരു ജീവിത മാർഗം എന്ന നിലയിൽ തുടങ്ങിയതാണല്ലോ. അപ്പം എനിക്ക് അറിഞ്ഞൂടാ യൂട്യൂബ് നിങ്ങളിലേക്ക് എത്തിക്കാത്തതാണോ അതോ നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ താല്പര്യമില്ലേ, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമുക്കിതൊന്നും പറഞ്ഞു തരാനോ നമുക്കിത് ചോദിച്ച് മനസ്സിലാക്കാനോ ഒരു മീഡിയേറ്റർ ഇല്ലല്ലോ. ഞാൻ മാത്രമേ ഉള്ളൂ മീഡിയേറ്റർ ആയിട്ട് നിങ്ങളിലേക്ക്. നിങ്ങളിടുന്ന കമന്റ്സുകളിലൂടെ മാത്രമേ എനിക്ക് നിങ്ങളുടെ മനസ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് പ്രശ്നം എന്നൊക്കെ നിങ്ങൾ കമന്റ് കാര്യങ്ങളൊക്കെ ഇടുക. പിന്നെ നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സിന്റെ കാര്യം തന്നെയാണ് എന്റെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നേട്ടോ. കാരണം ഞാനത് അറിയാലോ, നമ്മൾ പുതുതായിട്ടൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നാലേ നമ്മൾ പ്രീ ഓർഡർ എന്താ പറയുക നാളെയും കൊണ്ട് എടുക്കുന്നത് നിർത്താണ്. പോയിട്ട് വന്നിട്ട് വീണ്ടും ഓർഡർ തരുന്ന ശരിയാവില്ല. കാരണം നമ്മൾ പിന്നെ പോകാനായിട്ട് കുറച്ച് വൈകുമായിരിക്കും. അത്യാവശ്യം നല്ല ഡ്രസ്സും കളക്ഷൻസ് ഒക്കെ എടുത്തിട്ട് വന്നെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് എന്താ പറയാ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് ഓണത്തിന് എന്നാ കുഞ്ഞിനുമുത്തിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എടുത്തേക്കാം എന്നൊക്കെ വിചാരിക്കുന്നവര്. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒക്കെ മനസ്സിലാഗ്രഹമുള്ള എന്താ പറയുക കുർത്ത സെറ്റോ കുർത്തയോ അല്ലെങ്കിൽ കോട്ട് സെറ്റോ സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ സാരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോയോ മറ്റു കാര്യങ്ങളോ അയച്ചു തരിക. നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. വലിയ റേറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ എത്തിക്കാൻ പറ്റണം എന്നാണ് എന്റെ പ്രാർത്ഥന. കാരണം നമുക്ക് അറിയില്ല നമുക്കത് എത്ര രൂപയ്ക്ക് തരുമെന്ന്. ഞാൻ സത്യം പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് വന്ന് നിസാര പൈസയാണ് കേട്ടിട്ടുള്ളൂ. എന്നാലും അത് എന്താ പറയാ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. എന്നാലും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന്. അപ്പൊ എന്താ പറയാ ഇനിയും നിങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പൊ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.